നമസ്കാരം. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളന ദിനത്തിൽ സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക ബാധ്യതകളെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തകർച്ചയെയും ചൊല്ലി ഭരണപ്രതിപക്ഷ ജനപ്രതിനിധികൾ തമ്മിൽ സഭയെ പ്രകമ്പനം കൊള്ളിച്ച കടുത്ത വാദപ്രതിവാദങ്ങൾക്കാണ് തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളും കേന്ദ്ര ഗവൺമെന്റിന്റെ നിരന്തരമായിട്ടുള്ള എക്സൈസ് ഡ്യൂട്ടി വർധനവും കാരണം സാധാരണക്കാരായ ജനങ്ങൾ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മുൻനിർത്തി സഭാ നടപടികൾ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നിരയിലെ പ്രമുഖനും മുൻ ധനമന്ത്രിയുമായ KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സഭയുടെ തുടക്കത്തിൽ തന്നെ ഭരണപക്ഷത്തെ പ്രതികൂട്ടിലാക്കാനും പുതിയ സർക്കാരിൻ്റെ ധനനയങ്ങളെ ചോദ്യം ചെയ്യാൻ ലക്ഷ്യമിട്ടാണ് പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചതെങ്കിലും നിലവിലെ ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ വളരെ കൃത്യമായിട്ടുള്ള കണക്കുകളും മുൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക വീഴ്ചകളും വലിയ തോതിലുള്ള കടബാധ്യതകളുമൊക്കെ തന്നെ നിരത്തി പ്രതിരോധം തീർത്തതോടെ നിയമസഭ കടുത്ത രാഷ്ട്രീയ പോരാട്ട വേദിയായി പരിണമിക്കുകയായിരുന്നു. സാധാരണക്കാരെയും ഓട്ടോ ടാക്സി തൊഴിലാളികളെയും ഹോട്ടൽ വ്യവസായത്തെയും നേരിട്ട് ബാധിക്കുന്ന വിലക്കയറ്റവും ഗ്യാസ് സിലിണ്ടർ ക്ഷാമവും ഉൾപ്പെടെയുള്ള അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിലേക്ക് ജനശ്രദ്ധ തിരിച്ചുവിടാൻ കഴിഞ്ഞെങ്കിലും മുൻ സർക്കാർ വരുത്തിവെച്ച വൻ കടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭരണപക്ഷം നടത്തിയ തിരിച്ചടി പ്രതിപക്ഷ നിരയെ തെല്ലൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയത്. അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്രൂരമായിട്ടുള്ള നികുതി നയങ്ങൾക്കെതിരെ അതിശക്തമായ ഭാഷയിലാണ് നിയമസഭയിൽ ആഞ്ഞടിച്ചത്. സ്വാതന്ത്ര്യലബ്ധിയുടെ കാലത്ത് വെറും 25 പൈസ മാത്രം വിലയുണ്ടായിരുന്ന പെട്രോളിന് ഇന്ന് 100 രൂപയ്ക്ക് മുകളിൽ വില ഈടാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ച കേന്ദ്ര നയങ്ങളെ അദ്ദേഹം രൂക്ഷമായിട്ട് വിമർശിച്ചു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 15ാം ധനകാര്യ കമ്മീഷൻ വഴി സംസ്ഥാനത്തിൻ്റെ നികുതി വിഹിതം അത് 1.92% നിന്നും 2.38% ഉയർത്തിയെടുക്കാനായിട്ട് കഴിഞ്ഞത് വലിയ നേട്ടമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ നികുതി വിഹിതം അത് നേടിയെടുക്കുന്നതിനായിട്ട് മുൻ സർക്കാർ സുപ്രീം കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടങ്ങളും ഡൽഹിയിൽ സംഘടിപ്പിച്ച പ്രക്ഷോഭങ്ങളുമൊക്കെ തന്നെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അന്ന് പ്രതിപക്ഷമായിരുന്ന UDF ഈ സമരങ്ങൾക്ക് യാതൊരുവിധ പിന്തുണയും നൽകിയിരുന്നില്ലെന്ന വിമർശനം ഉന്നയിച്ച ബാലഗോപാൽ ഈ പുതിയ വിഹിതത്തിലൂടെയും GST വരുമാനത്തിലെ തുടർച്ചയായിട്ടുള്ള വർധനവിലൂടെയും സംസ്ഥാനത്തിന് 10,000 കോടിയോളം രൂപയുടെ അധിക വരുമാനമുണ്ടെന്നും അതിൽ നിന്നും ചെറിയൊരു പങ്ക് മാറ്റിവെച്ച് ജനങ്ങൾക്ക് ഇന്ധന നികുതി ഇളവ് നൽകാനായിട്ട് സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന് നിലവിലെ കടുത്ത സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ പൂർണ്ണമായും മറച്ചുവെച്ചുകൊണ്ടാണ് തങ്ങൾ അധികാരത്തിലിരുന്ന കഴിഞ്ഞ ഭരണകാലത്ത് ഇതേ തത്വം എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല എന്ന് മുഖ്യമന്ത്രി ചോദ്യം ചെയ്തു. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുറഞ്ഞിരുന്ന ഘട്ടത്തിൽ പോലും കേരളത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് മേൽ അധിക നികുതി ചുമത്തി വലിയ രീതിയിലുള്ള വരുമാനമാണ് സംസ്ഥാന ഖജനാവിലേക്ക് സമാഹരിച്ചത്. അക്കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസമായിട്ട് നികുതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട UDF പ്രതിനിധികളോട് നികുതി കുറയ്ക്കുന്ന തരത്തിലുള്ള ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ് തയ്യാറല്ലെന്ന് അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ചരിത്രം സഭാരേഖകൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് VD സതീശൻ ആവർത്തിച്ച് വ്യക്തമാക്കി. അന്ന് നികുതി കുറയ്ക്കാതിരുന്നവർ ഇന്ന് പെട്ടെന്ന് നിലപാട് മാറ്റി സർക്കാരിനെ ഉപദേശിക്കാൻ വരുന്നത് രാഷ്ട്രീയ കാപട്യമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മുൻകാലങ്ങളിലെ UDF സർക്കാരുകളുടെ ജനക്ഷേമ നയങ്ങളും കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ നികുതി കൊള്ളയും തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസം അക്കമിട്ട് നിരത്തിയാണ് മുഖ്യമന്ത്രി സഭയിൽ സംസാരിച്ചത്. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണകാലത്ത് കേന്ദ്രം വില കൂട്ടിയപ്പോൾ ജനങ്ങളുടെ ഭാരം കുറയ്ക്കുന്നതിനായിട്ട് പെട്രോളിന് 4 ഡീസലിന് 2 തവണ അധിക നികുതി വേണ്ടെന്ന് വെച്ചിരുന്നുവെന്ന് കണക്കുകൾ സഹിതം അദ്ദേഹം സമർത്ഥിച്ചു. ആ കാലയളവിൽ യഥാക്രമം പെട്രോൾ ഇനത്തിൽ 375.75 കോടി രൂപയും ഡീസൽ ഇനത്തിൽ 243.42 കോടി രൂപയും ഉൾപ്പെടെ ആകെ 619 കോടി രൂപയുടെ നികുതി വരുമാനമാണ് ജനങ്ങൾക്ക് വേണ്ടി UDF സർക്കാർ ഉപേക്ഷിച്ചത്. എന്നാൽ ഇതിന് വിപരീതമായിട്ട് 2016 മുതൽ 2025 ജനുവരി വരെയുള്ള ഇടതുപക്ഷ ഭരണകാലത്ത് കേന്ദ്ര വില വർധനവിൻ്റെ മറവിൽ ഡീസൽ ഇനത്തിൽ 1,617 കോടി രൂപയും പെട്രോൾ ഇനത്തിൽ 1,466 കോടി രൂപയും ചേർന്ന് ആകെ 3,100 കോടി രൂപയുടെ വൻ അധിക വരുമാനമാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. ഇത്രയും വലിയ തുക അധികമായി കിട്ടിയിട്ടും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി 1 രൂപ പോലും നികുതി ഇളവ് നൽകാൻ കഴിഞ്ഞ സർക്കാർ തയ്യാറായില്ലെന്ന് മുഖ്യമന്ത്രി സഭയിൽ തുറന്നടിച്ചു. ഇടതുപക്ഷ സർക്കാർ സംസ്ഥാന ഖജനാവിനും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വരുത്തിവെച്ച കടുത്ത സാമ്പത്തിക ബാധ്യതകളും കടങ്ങളും നിലനിൽക്കുമ്പോൾ പുതിയ സർക്കാരിന് എങ്ങനെ നികുതി ഇളവുകൾ പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വൈകാരികമായിട്ട് ചോദ്യം ചെയ്തു. പൊതുവിപണിയിൽ ഉൽപ്പന്നങ്ങളുടെയൊക്കെ തന്നെ വിലക്കയറ്റം കൃത്യമായിട്ട് ഇടപെട്ട് നിയന്ത്രിക്കേണ്ട പ്രധാന പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ സപ്ലൈകോയെ പൂർണ്ണമായിട്ടും തകർത്താണ് മുൻ സർക്കാർ പടിയിറങ്ങിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. വിപണി ഇടപെടലുകൾക്കായിട്ട് സപ്ലൈകോയ്ക്ക് നൽകേണ്ടിയിരുന്ന സബ്സിഡി തുകകൾ കുടിശ്ശികയാക്കിയതിലൂടെ ഏകദേശം 2,893 കോടി രൂപയുടെ ഭീമമായിട്ടുള്ള കടബാധ്യതയാണ് മുൻ ഭരണാധികാരികൾ വരുത്തിവെച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന് ലഭിക്കുന്ന ചെറിയ നികുതി വരുമാനങ്ങൾ പോലും ഈ വൻ കടം വീട്ടാനും സപ്ലൈകോയെ പുനരുജ്ജീവിപ്പിക്കാനും ഉപയോഗിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്.
ഈ കടങ്ങൾ വീട്ടിയാൽ മാത്രമേ സപ്ലൈകോയ്ക്ക് വിപണിയിൽ പുതിയ സാധനങ്ങൾ എത്തിക്കാനും സാധാരണക്കാർക്ക് സബ്സിഡി നിരക്കിലൊക്കെ തന്നെ സാധനങ്ങൾ നൽകി ഈ വിലക്കയറ്റം തടയാനും സാധിക്കുകയുള്ളൂവെന്നും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് പ്രതിപക്ഷം സർക്കാരിനെ ഇപ്പോൾ പ്രതിക്കൂട്ടിലാക്കാനായിട്ട് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നിലവിൽ നേരിടുന്ന ആഗോളവും ആഭ്യന്തരവുമായിട്ടുള്ള കടുത്ത പ്രതിസന്ധികളെക്കുറിച്ചും മുഖ്യമന്ത്രി സഭയെ വിശദമായിട്ട് ബോധ്യപ്പെടുത്തുകയുണ്ടായി. കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറയായിട്ട് നിലകൊള്ളുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി വരുമാനത്തിൻ്റെ മിഡിൽ ഈസ്റ്റിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കാരണം വലിയ തോതിലുള്ള കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വശത്തെ പ്രവാസി വരുമാനം ഇടിയുമ്പോൾ മറുവശത്തെ അന്താരാഷ്ട്ര പ്രതിസന്ധികളുടെ പേര് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് പാചകവാതകത്തിൻ്റെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില ക്രമാതീതമായിട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 10-11 മാസങ്ങളായിട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന നാണ്യപ്പെരുപ്പവും ഇൻഫ്ലേഷൻ, വിപണിയിലെ ദയനീയമായിട്ടുള്ള വിലക്കയറ്റവും അനുഭവപ്പെടുന്ന ഒന്നാമത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറിയത് മുൻ ഗവൺമെൻറ് പൊതുവിപണിയിൽ യഥാസമയം ഇടപെടുന്നതിലൊക്കെ തന്നെ പരാജയപ്പെട്ടതുകൊണ്ടാണെന്നും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. ഈ കടുത്ത സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടയിലും സാധാരണക്കാരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ പുതിയ ഗവൺമെൻറ് എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇന്ധനവില വർധനവിനൊപ്പം തന്നെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന കടുത്ത പാചകവാതക ക്ഷാമവും ഹോട്ടൽ മേഖല നേരിടുന്ന കടുത്ത പ്രതിസന്ധിയും ചർച്ചകളിൽ വലിയ പ്രാധാന്യത്തോടെ ഉയർന്നു വന്നു. LPG സിലിണ്ടറുകളുടെയൊക്കെ തന്നെ കടുത്ത ക്ഷാമവും വിലവർധനവും കാരണം ഹോട്ടലുകളിലെ ഭക്ഷണ സാധനങ്ങൾക്ക് 25% വരെ വില വർദ്ധിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ഇത് സാധാരണക്കാരായ ജനങ്ങളുടെ നിത്യജീവിതത്തെ ദുസ്സഹമാക്കുകയാണെന്നും സഭയിൽ ആശങ്ക ഉയർന്നു. കോവിഡ് അനന്തര കാലഘട്ടത്തിന് ശേഷം സംസ്ഥാനം വിട്ടുപോയ ഇതര സംസ്ഥാന തൊഴിലാളികൾ പലരും യാത്രാക്ലേശവും തൊഴിലില്ലായ്മയും കാരണം കൃത്യമായിട്ട് തിരിച്ചെത്താത്തത് നിർമ്മാണ മേഖലയെയും ഹോട്ടൽ മേഖലയെയും ഒക്കെ തന്നെ ഒരുപോലെ ബാധിച്ചിട്ടുണ്ട്. പാചകവാതക സിലിണ്ടറുകൾ കൃത്യമായിട്ട് വിതരണം ചെയ്യാത്തതും അത് കരിഞ്ചന്തയിലേക്ക് മറച്ചു വിറ്റുകൊണ്ട് ചില കോർപ്പറേറ്റുകളും ഏജന്റുമാരും അനാവശ്യമായ കൃത്രിമക്ഷാമം സൃഷ്ടിക്കുന്നതുമാണ് വിപണിയിലെ യഥാർത്ഥ പ്രതിസന്ധിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി സഭയിൽ സമ്മതിക്കുകയുണ്ടായി. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പുമൊക്കെ തന്നെ തടഞ്ഞുകൊണ്ട് LPG സിലിണ്ടറുകളുടെയൊക്കെ തന്നെ വിതരണം സുഗമമാക്കാനായിട്ട് സർക്കാർ ഇതിനകം തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾക്കൊടുവിൽ പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങളിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ പൂർണ്ണമായിട്ട് തുറന്നു കാട്ടാൻ കഴിഞ്ഞെന്ന ആത്മവിശ്വാസത്തിലാണ് ഭരണപക്ഷം സഭ അവസാനിപ്പിച്ചത് തന്നെ. മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാലിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസിനെ മുഖ്യമന്ത്രി VD സതീശൻ തൻ്റെ തനത് ശൈലിയിലുള്ള വാക്ചാതുര്യത്തോടുകൂടി കൃത്യമായ സാമ്പത്തിക കണക്കുകളൊക്കെ തന്നെ നിരത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടും നിഷ്പ്രഭമാക്കുന്ന കാഴ്ചയാണ് സഭയിലുണ്ടായത്. മുഖ്യമന്ത്രി വാക്കുകൾ പാലിക്കുന്ന ആളാണെന്ന് തെളിയിക്കാൻ ഈ ചർച്ച ഉപകരിക്കുമെന്ന് പ്രതിപക്ഷം പ്രത്യാശ പ്രകടിപ്പിച്ചെങ്കിലും മുൻ ഇടത് ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്തെ 3100 കോടി രൂപയുടെ നികുതി കൊള്ളയും സപ്ലൈകോയ്ക്ക് വരുത്തിവെച്ച 2893 കോടിയുടെ കടബാധ്യതയും പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയാക്കാൻ ഭരണപക്ഷത്തെ കൊണ്ട് സാധിച്ചു. പുതിയ നിയമസഭയുടെ സമ്മേളന ദിനത്തിൽ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിൽ വരും ദിവസങ്ങൾ നടക്കാൻ പോകുന്ന കടുത്ത രാഷ്ട്രീയ പോരാട്ടങ്ങളുടെയും സാമ്പത്തിക തർക്കങ്ങളുടെയും ഒക്കെ തന്നെ വ്യക്തമായ സൂചനകൾ നൽകിക്കൊണ്ടാണ് നടപടികളൊക്കെ തന്നെ പിരിഞ്ഞത് തന്നെ.